Hey guys, this is Silsila with our another super fresh new video. Welcome back. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര കാര്യമായിട്ടുള്ള ഗ്രാൻഡ് വീഡിയോ ഒന്നല്ല, ഒരു കുട്ടി വ്ളോഗാണ്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടി പോയി അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. ആക്ച്വലി കുറച്ചായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് എനിക്കറിയാം. ഞാൻ ഡെയിലി 5 മണിക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ്. കുറച്ച് ഗ്യാപ്പ് വന്നു, പക്ഷേ വീണ്ടും പഴയ രീതിയിൽ ഡെയിലി 5 മണിക്ക് ഇടണമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദീപിക പത്കോൺ ഇൻസ്പയർഡ് ലുക്ക് ആയിരുന്നു ഞാൻ ചെയ്യണമെന്ന് എൻ്റെ മൈൻഡിൽ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ കുറച്ചും കൂടി സാധനങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് ഈ മന്ത് തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇപ്പം തൽക്കാലം കുറച്ചും കൂടി സമയം അതിന് വേണ്ടതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ അതിന് മുന്നേ ഇടാമെന്ന് കരുതി. എനിവേ ഇനി പഴയതുപോലെ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ കൂടി ഒരുപാട് ഗ്യാപ്പ് വരാണ്ട് വീഡിയോസ് ഇട്ടിട്ട് പതിയെ പതിയെ ഡെയിലി എന്നുള്ള രീതിയിലേക്ക് തിരിച്ചു പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിവേ ആക്ച്വലി ഞാൻ വ്ളോഗ് എടുത്തത് കഴിഞ്ഞ ദിവസമാണ്, എക്സ്പാ കഴിഞ്ഞ ദിവസമാണ് ചെയ്തത്. പക്ഷേ ഇൻട്രോ ഞാൻ അതിന് ശേഷമാണ് എടുക്കുന്നത്. ഞാൻ ഒരുപാട് നീട്ടി വലിക്കുന്നില്ല, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും. ഓക്കെ ഞാനപ്പം കാലിക്കറ്റ് നടക്കാവ് ലൈറ സലോണിലാണ് പിന്നെ ചെയ്യാറ് കേട്ടോ. ബ്യൂട്ടി എന്നൊക്കെയാണ് പറയണത്. ഹെയർ സ്പാ ചെയ്യാനായിട്ട് പോകാറുള്ളത് കേട്ടോ. അടിപൊളി സർവീസാണ് അവിടെ. ഓക്കെ അപ്പോൾ ഞാനിതാ പോവാണ്. 3rd ഫ്ലോറിലാണ്, ബിൽഡിങ്ങിൻ്റെ 3rd ഫ്ലോറിലാണ് ലൈറ സലൂൺ വരുന്നത്, നടക്കാവ് മീ ഫ്ലവറിൻ്റെ അടുത്ത് കേട്ടോ. ഓക്കെ ഞാനപ്പോൾ അധികവും നേരത്തെ തന്നെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് വരാറുള്ളത്. ആ ഒരു ടൈമിംഗ് അനുസരിച്ചിട്ടാണ് ഞാൻ വരാറ്. ശരിക്കും അങ്ങനെ വരുന്നതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു ടൈമിൽ നമുക്ക് കൃത്യമായിട്ട് കയറാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാ ഞാനകത്ത് കയറി ജസ്റ്റ് ഹെയർ ഒന്ന് വാഷ് ചെയ്തു. ഹെയർ വാഷ് ചെയ്യുന്ന ഭാഗം ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഹെയർ വാഷ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ബാക്കി പ്രോസസ്സുകൾ നിങ്ങൾക്ക് വീഡിയോ തന്നെ അണ്ടർസ്റ്റുഡ് ആണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. സ്പാ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് പാർട്ടീഷൻ എടുത്തു, ഹെയർ പാർട്ടീഷൻ എടുക്കുകയാണ്. കാരണം ക്രീം ഇടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ലോറിയലിൻ്റെ ഹെയർ സ്പാ ആണ് ചെയ്യുന്നത്, നല്ല ബ്രാൻഡിൻ്റെ ആണ്. അപ്പം അവിടെ അധികം ലോറിയൽ ഹെയർ സ്പാ തന്നെയാണ് ചെയ്യാറുള്ളത്. സോ അത് ചെയ്യുക. പിന്നെ ഈ മെയിൻ പാർട്ട് ഓഫ് ഹെയർ സ്പാ എന്ന് പറഞ്ഞാൽ മസാജ് തന്നെയാണ്. ആ മസാജ് കിട്ടുമ്പോൾ നമുക്കുള്ള റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. നിങ്ങൾക്ക് സാധിക്കുന്നതാണെങ്കിൽ മന്ത്ലി ഒരു തവണ ജസ്റ്റ് ഒരു ഹെയർ സ്പാ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ ഭയങ്കര റിലാക്സ് ആവുകയും ചെയ്യും, നമ്മുടെ ഹെയറിനും നല്ലത് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാജ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. സോ നല്ല അത്യാവശ്യം നല്ല മസാജ് കിട്ടുന്ന, നല്ല ഹെയർ സ്പാ കിട്ടുന്ന സ്ഥലം തന്നെ കണ്ടുപിടിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു സ്റ്റെപ്പ്, അതായത് മസാജിന് ശേഷമുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റീം ചെയ്യാന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഹെയർ ഫോൾ ഉള്ളതുകൊണ്ട് സ്റ്റീം സെക്ഷൻ വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് അതിന് പകരം ജസ്റ്റ് നമ്മളിങ്ങനെ ഹെയർ ക്ലിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിടന്നിട്ട് തന്നെ ഹെയറിന് ചെറിയൊരു, സ്കാൽപ്പിനും ഹെയറിനും ചെറിയൊരു ഹീറ്റ് കിട്ടും. അത്രയും മതി എന്ന് കരുതി. പിന്നെ ഇതിൻ്റെ ഇടയിൽ വരെ എനിക്ക് കോഫിയൊക്കെ കൊണ്ടു തന്നിട്ടോ, സോ സ്വീറ്റ്. അങ്ങനെ ഞാനത് പിടിച്ച് കുറച്ച് നേരം ഒന്ന് അത് ഹീറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അതിന് ശേഷം വീണ്ടും ഫൈനൽ ഹെയർ വാഷ് ചെയ്തു. ഹെയർ വാഷിന് ശേഷം പിന്നെ ഹെയർ ഒന്ന് ഡ്രൈ ചെയ്യുക ചെയ്യുന്നത്. ഓവറായിട്ട് ഡ്രയർ യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഓവർ ഡ്രൈ ആക്കിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഓവർ വെറ്റ് ആവാണ്ട് നോക്കി എന്ന് മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെ നമ്മൾ സ്പായൊക്കെ ചെയ്ത് പുറത്തിറങ്ങി ഇവിടെ സ്പായിട്ട് മസാജ് കിട്ടി. ചെറുതായിട്ടൊരു കരി കഴുകാൻ പോവാം. ഇവിടെ അടുത്ത് തന്നെ ഒരു സ്പോട്ടുണ്ട്. ഞാൻ സാധാരണ സ്പാ ചെയ്യുന്ന സമയത്ത് കരി കഴുകാൻ തോന്നിക്കഴിഞ്ഞാൽ പോകുന്ന ഒരു സ്പോട്ട് ഇവിടെ അടുത്തുണ്ട്. സോ അവിടെ പോവാം. ഗൈസ് കഴിഞ്ഞ മാസം കൂടി ഞാൻ ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അവിടെ ആ കട കാണാനില്ല, അത് എങ്ങോട്ടോ മാറ്റിയെന്നാണ് തോന്നുന്നത്. കാണുന്നില്ല ഗൈസ്, എന്ത് പറ്റിയെന്ന് അറിയില്ല, ഒരു ഐഡിയ ഇല്ല. എന്തായാലും പെട്ടെന്ന് നല്ല പെരും മഴ, തകർത്ത് മഴ പെയ്തു. പിന്നെ ഞാൻ ജസ്റ്റ് വീട്ടിലോട്ട് പോന്നു, വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഓക്കെ
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കുറേ ദിവസമായിട്ട് വീഡിയോ എടുക്കണം എന്നുള്ളൊരു ത്വര എൻ്റെ മൈൻഡിൽ വന്നപ്പം ഞാൻ അങ്ങ് എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്കറിയാം ഫാഷൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ അധികം ചെയ്യാറുള്ളത്. ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും ഉണ്ട്. ലൈഫ് സ്റ്റൈൽ ഫാഷൻ ബ്യൂട്ടിയാണ് നമ്മുടെ കണ്ടന്റ്. അത് റിലേറ്റഡ് വീഡിയോസ് മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ. സോ അത്ര കണ്ടന്റ്സ് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തൽക്കാലത്തേക്ക് ബൈ വരെയാണ്. തൽക്കാലത്തേക്ക് മാത്രം നമ്മൾ ബൈ വരെയാണ്. പക്ഷെ നമുക്ക് വീണ്ടും കാണണം. ഓക്കെ, ബൈ ബൈ.